ഇപ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് എൻ്റെ നല്ലൊരു ആത്മാർത്ഥ സുഹൃത്ത് എന്നെ കല്യാണത്തിന് വിളിച്ചു. അവൻ്റെ പെങ്ങളെ കല്യാണമാണ്. അപ്പോൾ ഞാനും അവനും കണ്ടിട്ട് കുറേ കാലമായി. അപ്പോൾ ഞാൻ കല്യാണത്തിന് പോയി. അപ്പോൾ എനിക്കറിയാം അവന് പ്രവാസിയാണ്, സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവൻ നാട്ടിലില്ല. അവൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് അവർക്കൊന്നുമില്ല. പക്ഷെ അവൻ്റെ ബ്രദർ, ഓൻ്റെ 2 സിസ്റ്റേഴ്സ്, പിന്നെ അവൻ്റെ വാപ്പ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. സാമ്പത്തികമായിട്ട് ഒന്നുമില്ലെങ്കിലും ചില കുടുംബങ്ങളുണ്ടാവുമല്ലോ ഭയങ്കര രസമായിട്ട് ഉള്ളതുകൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന. പക്ഷെ കുറച്ച് സാമ്പത്തികമായിട്ട് ഒരു കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അവൻ പ്രവാസിയായി. ഇന്നും പ്രവാസിയായിട്ട് അവിടെ നിൽക്കുകയാണ്. അവൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു അവൻ്റെ പെങ്ങളെ കല്യാണം ഭയങ്കര ഗ്രാൻഡായിട്ട് നടത്തുക. ഒറ്റ പെങ്ങളാണുള്ളത്, ഗ്രാൻഡായിട്ട് നടത്തുക എന്നുള്ളത്. അവനത് നടത്തി, അടിപൊളിയായിട്ട് ആ കല്യാണം നടത്തി. പക്ഷെ അവളെ കല്യാണം നടക്കുന്ന സമയത്ത് അവന് പ്രവാസ ലോകത്ത് ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ വീഡിയോ കോളിൽ കാണാനുള്ള യോഗ ഉണ്ടായിട്ടുള്ളൂ. കാരണം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് പ്രവാസിയായി, വീട്ടിൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനി അവിടെ നിന്നിട്ടൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വരികയാണെന്നുണ്ടെങ്കിലും നല്ല ഭീമമായിട്ടുള്ള എമൗണ്ട് വരും. അപ്പം ഇങ്ങനെ ആലോചിക്കുക, അങ്ങനെ എത്രയോ ആളുകളുണ്ടല്ലേ സ്വന്തം കൂടപ്പിറപ്പുകളുടെ കല്യാണത്തിന്. ഇപ്പോൾ പെങ്ങന്മാർ മാത്രമല്ല, അനിയന്മാരുടെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏട്ടന്മാരുടെ ആണെങ്കിൽ പോലും കല്യാണങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ കഴിയാതെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ റീലൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ റീല് പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കും അങ്ങനൊന്നും ആൾക്കാരുണ്ടാവില്ല എന്നുള്ളത്. കാരണം ഇന്നിപ്പോൾ ആർക്കാണ് പൈസ ഇല്ലാത്തത്, ടിക്കറ്റിന് പൈസ ഇല്ലാത്തത്? അത് നമ്മൾ ആ സ്റ്റേജ് കടന്നു വരുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആ സ്റ്റേജിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാതെ, അതായത് പെട്ടെന്ന് സുപ്രഭാതത്തിൽ സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലേക്കോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് സൗദി അറേബ്യയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏത് സ്ഥലത്തേക്ക് ഒരു ഭീമമായിട്ടുള്ള എമൗണ്ട് കൊടുത്തിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും എടുത്തു വരാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. സ്വന്തം ബാപ്പാൻ്റെയും സ്വന്തം ഉമ്മാൻ്റെയും അല്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പുകളുടെ ഒക്കെ മരണത്തിന് പോലും, അതായത് ലൈഫിൽ പിന്നെ അവരൊരിക്കലും കാണാൻ പോകുന്നില്ല. അപ്പോൾ അവർ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂണറൽ സെറിമണി അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് കാണാൻ പോലും, അല്ലെങ്കിൽ ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത് പോലും കാണാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടല്ലേ. ലൈഫ് അങ്ങനെയാണ്. നമ്മൾ ഒരുപാട്, പ്രത്യേകിച്ച് ബോയ്സിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ, ബോയ്സ് മാത്രമല്ല കേട്ടോ, എല്ലാവരും പ്രവാസിയാവുന്നത് കൂടുതൽ ബോയ്സാണ് നമ്മുടെ നാട്ടിൽ. ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുവരെ നമ്മൾ ജീവിച്ചിരുന്ന ലൈഫല്ല നമുക്ക്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ ആളുകൾ കടൽ കടന്നു പോയിട്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങളാണെങ്കിലും ജോലി ആവശ്യങ്ങളായാലും പോയിട്ട് പിന്നീട് ആ ഒരു കടങ്ങളൊക്കെ ഒരുപാട് ഇപ്പോൾ UK ആയാലും US ആയാലും അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, കാനഡ പോലത്തെ നമ്മൾ ഒരുപാട് ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇവരൊക്കെ 10-15 ലക്ഷം കടം ലോണൊക്കെ എടുത്തിട്ട് അവിടെ പോകുന്നു. പിന്നെ പ്രവാസിയെ പോലെയാണ്, അതായത് എന്താ പറയുക, നാട്ടിലൊരു അതിഥിയെ പോലെയാണ് അവർ വരുന്നത്. പിന്നീട് മാക്സിമം 1 മാസം 2 മാസമൊക്കെ ലീവ് നിൽക്കുന്നു, തിരിച്ചു പോകുന്നു. നമ്മൾ അവരൊക്കെ വരുന്ന സമയത്ത്, പ്രവാസികളൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയുന്നവരോ പത്തേമാരുടെ സിനിമയിൽ അതിൻ്റെ ഒരുപാട് സാധനങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും റിയാലിറ്റി അതിൻ്റെ അപ്പുറത്തേക്കുള്ള കുറേ സാധനങ്ങളുണ്ട്. ബെഡ് സ്പേസിൽ കടന്നുറങ്ങുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. ഈ പ്രവാസികൾ മാത്രമല്ല, പുറത്തേക്ക് ജോലിക്ക് പോയ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ പോയ ആളുകളൊക്കെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഓല ചാമ്പാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും. അതായത് ഓല വരുന്ന സമയത്ത് നല്ല പെർഫ്യൂം, നല്ല ഡ്രസ്സ്, നല്ല വണ്ടിയൊക്കെ എടുത്ത് നടക്കും. അത് എനിക്കറിയാം. സൗദി അറേബ്യയിൽ റിയാദിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂമിൽ നിൽക്കുന്ന സമയത്ത് നാട്ടിൽ നല്ല സെറ്റപ്പാണ്, പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആടുജീവിതത്തിൽ നജീബ് ഉണ്ടല്ലോ, അതേ ലുക്കിൽ ഫുഡ് കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ പൈസ ഇല്ലാഞ്ഞിട്ടോ അല്ല, അവൻ അധ്വാനിക്കാണ് അവിടെ. അവൻ്റെ ബെഡിൻ്റെ അടിയിൽ കുറേ പൈസകളുണ്ട്. എനിക്ക് പോയ സമയത്ത് എനിക്ക് വേണ്ടിയ ഫുഡ് കാര്യങ്ങൾ. പക്ഷെ ആ ചെങ്ങായിയിൽ നടക്കുന്നത് ഫുള്ള് മുടിയൊന്നും വെട്ടാതെ ആ രീതിയിലാണ്. എല്ലാവരും ഇല്ല, പക്ഷെ ചില ആളുകളുടെ സംഭവങ്ങൾ അങ്ങനെയാണ്. അപ്പം നമ്മളൊരു 18-ാം വയസ്സ് അല്ലെങ്കിൽ ഈ മാക്സിമം നമ്മൾ നാട്ടിലൊരു ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുന്ന വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നമ്മൾ ആ ജോലിയൊന്നും ഇല്ലാതെ ആ ടൈമുണ്ടല്ലോ, ആ ടൈമാണ് നമ്മളെ ശരിക്കും ലൈഫിലെ ഗോൾഡൻ ഇറ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്നു, ബാപ്പയാവുന്നു, ഹസ്ബൻഡാണ്, ബ്രദറാണ്, അങ്ങനെ പോയി ലൈഫ് പിന്നെ ഇങ്ങനെ പോവാണ്. പിന്നെ നമ്മളൊരു 10-28 വയസ്സാകുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, ഇത്ര ഇപ്പോൾ ഇങ്ങനെ ആയത്. ഇപ്പം നമ്മളെ വാപ്പാരോടൊക്കെ, ഞാൻ വാപ്പാരോട് ചോദിച്ചു, നമുക്ക് 10-55 വയസ്സായി, ഓർമ്മ ഉണ്ടോ, ഇതിങ്ങനെ ആയത്? അതങ്ങനെയാണ്. ലൈഫ് എല്ലാവർക്കും ഒരേപോലെ അല്ല. നമ്മളിപ്പോഴും എന്തൊക്കെയാണല്ലേ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് ഭയങ്കര മധുരമാവും, ചില ആൾക്ക് ഭയങ്കര ഉപ്പുരുചിയാവും, ചില ആളുകൾക്ക് ഒരു രുചി ഉണ്ടാവില്ല. അങ്ങനെയാണ്.